ബി.ജെ.പിയുടെ കേരള ഘടകത്തിൽ പിളർപ്പ് രൂപപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാകുന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത് മുതൽ അങ്ങോളം ഇങ്ങോളമായി പല ജില്ലകളിൽ പൊട്ടലും ചീറ്റലുമാണ്. അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും നിരവധിയാണ്. സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തിനെ പരിപൂർണമായി സ്വാഗതം ചെയ്യുമ്പോൾ വി മുരളീധരനും കെ സുരേന്ദ്രനുമൊന്നും അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നില്ല. മാത്രമല്ല, പി.കെ. കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പല കാര്യത്തിലും തങ്ങളെ പരിഗണിക്കുന്നില്ല, പല ചർച്ചയ്ക്കും തങ്ങളെ വിളിക്കുന്നത് പോലുമില്ല എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു എതിരഭിപ്രായം കൂടി ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയാണ്. ഇത്തരത്തിൽ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ശോഭാ സുരേന്ദ്രൻ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നത്. ശോഭാ സുരേന്ദ്രന് ഏറെ നാളായി ബി.ജെ.പിയിൽ അസ്വസ്ഥത തന്നെയാണ്. കാരണം ശോഭാ സുരേന്ദ്രനെ എതിർക്കുന്ന നിരവധിയായ മാധ്യമങ്ങൾ കേരളത്തിൽ ഉണ്ട്. അതിൽ പ്രധാനം എന്ന് പറയുന്നത് മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട വിഷയം ആൻഡോ അഗസ്റ്റിനും അഗസ്റ്റിൻ സഹോദരങ്ങളും ശോഭാ സുരേന്ദ്രന് എതിരായി നിൽക്കുകയാണ്. അതിന് കാരണമാകുന്നത് ശോഭാ സുരേന്ദ്രൻ പരസ്യമായി പത്രസമ്മേളനം വിളിച്ച് ആൻഡോ അഗസ്റ്റിനെതിരെ രൂക്ഷമായ വിമർശനം നടത്തി. തന്നെ വലിയ തോതിൽ നാണം കെടുത്താനും തന്നെ അപകീർത്തിപ്പെടുത്താനും ഗൂഢാലോചന നടത്തുന്നു എന്ന തരത്തിലാണ് ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം വന്നത്. വളരെ വൈകാതെ തന്നെ ബി.ജെ.പി. പാളയം ഉപേക്ഷിക്കേണ്ട സാഹചര്യത്തിലേക്ക് ശോഭാ സുരേന്ദ്രനെ ഇതെത്തിക്കും എന്നാണ് സന്ദീപ് വാര്യർ അടക്കമുള്ളവർ പറയുന്നു. മാത്രമല്ല, ഇനി ഏറെ നാൾ ശോഭയ്ക്ക് ബി.ജെ.പിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവർ കോൺഗ്രസിലേക്ക് എത്തുകയാണെങ്കിൽ ഇരു കയ്യും നീട്ടി സ്വാഗതം ചെയ്യും. അവർ ഈ വർഗീയത വെടിയാൻ നമുക്ക് കാത്തിരിക്കാം എന്നതായിരുന്നു ആദ്യം സന്ദീപ് വാര്യർ പറഞ്ഞതെങ്കിൽ അതൊന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നീക്കം. ശോഭയ്ക്ക് ഉചിതമായ ഒരു സ്ഥാനം കോൺഗ്രസിൽ വന്നാൽ ഉറപ്പായും നൽകപ്പെടും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ വരെ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നത്. തീരുമാനമെടുക്കേണ്ടത് അവരാണെന്നും അവർ അവരുടെ യുക്തിക്കനുസരിച്ച് ആ കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കട്ടെ എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, ബി.ജെ.പിക്ക് എവിടെ ശോഭാ സുരേന്ദ്രൻ നിർത്തിയാലും അവിടെ വോട്ട് വലിയ തോതിൽ വർദ്ധിപ്പിക്കാനുള്ള ശേഷി അവർക്കുണ്ട്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ കെ.സി. വേണുഗോപാലും ശോഭാ സുരേന്ദ്രനും തമ്മിലായിരുന്നു മത്സരം എന്ന് തോന്നിപ്പിക്കത്തക്ക വിധത്തിലായിരുന്നു വോട്ടെണ്ണലിൻ്റെ ആദ്യ പകുതി ഭാഗം. അവസാന ഘട്ടമായപ്പോഴാണ് എ.എം. ആരിഫ് രണ്ടാം സ്ഥാനത്തെങ്കിലും എത്തപ്പെട്ടത്. ഒരു ഘട്ടത്തിൽ എ.എം. ആരിഫ് വളരെ ഗതികെട്ട ഒരവസ്ഥയിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന സാഹചര്യമാണ് കണ്ടത്. ഇതിൽ നിന്നും വളരെ വ്യക്തമായി മനസ്സിലാകുന്നത് ശോഭാ സുരേന്ദ്രന് രാഷ്ട്രീയ ഭാവി ഇനിയുമുണ്ട്. അവരെ കൃത്യമായി സ്നേഹിക്കുന്ന, അവരുടെ പൊതുപ്രവർത്തന ശൈലിയോട് ഇഷ്ടമുള്ള നിരവധി ആളുകൾ കേരളത്തിലുണ്ട്. അത് മനസ്സിലാക്കിയെങ്കിലും അവർ ഉചിതമായ തീരുമാനമെടുക്കട്ടെ എന്നാണ് സന്ദീപ് വാര്യർ വ്യക്തമാക്കുന്നത്.